ഹലോ ബ്രോ, ഞാൻ യൂട്യൂബറാണ് ബ്രോ, യൂട്യൂബറാണ്. ഫേമസ് യൂട്യൂബർ ബ്രോ, ഫേമസ് യൂട്യൂബറാണ് ബ്രോ. ദിസ് മൈ ചാനൽ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് മീ. അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. BGMI ഒക്കെ കളിക്കും ബ്രോ. ഞാൻ കറങ്ങിട്ട് വരാം ബ്രോ. ഇതൊക്കെ റെക്കോർഡാണ് ബ്രോയെ. ഹലോ ഹലോ, നെറ്റ് അടിച്ചു പോയി. தமிழ் நீ யாரு ആരുമില്ല ബ്രോ. കണ്ടവരൊക്കെ. ഹലോ ഇത് മറ്റേ ഫോൺ എടുത്ത ചേട്ടൻ യൂട്യൂബറാ, വേറെ യൂട്യൂബറാ. ആ യൂട്യൂബർ അല്ല, ഇത് വേറെ യൂട്യൂബർ. എനിക്ക് മനസ്സിലായി. ഇത് ഈ പുള്ളിയല്ല ലൈവ് ഇടുന്നു. ഒന്ന് കണ്ടതാ, വേണ്ട ഒന്ന് കണ്ടതാ, ഒന്ന് കിട്ടിയതാ മതി. ഹലോ ബ്രോ. ബ്രോ, ഞാൻ യൂട്യൂബറാ, എന്നെ അറിയോ? യൂട്യൂബറാ ബ്രോ, അത് പറയുമ്പോ കിളി. യൂട്യൂബറാണ് ബ്രോ. യൂട്യൂബറാന്ന് പറയുമ്പോ എല്ലാരും ഹലോ യൂട്യൂബറാ. ഹലോ ഹലോ ബ്രോ. ഹലോ ബ്രോ, ഐ ആം യൂട്യൂബർ ബ്രോ. ഡു യു നോ മീ? ഹലോ ബ്രോ. ബ്രോ, ഞാൻ യൂട്യൂബറാണ് ബ്രോ, ഫേമസ് യൂട്യൂബർ. എന്നെ സപ്പോർട്ട് ചെയ്യ്. ഹലോ ബ്രോ. യൂട്യൂബറാണ് ബ്രോ, സപ്പോർട്ട് ചെയ്യും. ഫേമസ് യൂട്യൂബർ ബ്രോ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് മീ ബ്രോ. ഇത് ശസാമൊന്നല്ല, ഇതേതോ അണ്ടിത്തല. താഴെ കഴിവറമാരെടാ പോടാ ബ്രോ. ഫേമസ് യൂട്യൂബർ ബ്രോ. ഹലോ ബ്രോ. കറങ്ങട്ട് വരാം. ഹലോ 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 ஹலோ ப்ரோ. ஆனா அவனெல்லாம் என்னடா சொல்றது? நீங்க கரெக்ட் டேய் ഹലോ, ഐ ആം യു പറയാം. ഹലോ ഹലോ ബ്രോ. എന്താ ചേട്ടാ ഈ പരിപാടി? ഞാൻ യൂട്യൂബറാണ് ബ്രോ, എന്നെ അറിയാവോ? ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറാ.
ഐഡി ഫേമസ് ആണ് ഈ ഐഡിയ കണ്ടിട്ടില്ലല്ലോ. നോക്കിക്കേ, സെർച്ച് ചെയ്ത് നോക്ക് ഉണ്ടോ ഇല്ലയെന്ന്. യൂട്യൂബിലാണോ ഇൻസ്റ്റയിലാണോ? യൂട്യൂബ്. എന്താ വരാത്ത? നോക്കട്ടെ. ഒരു മിനിറ്റ് സംസാരിച്ചിരിക്കണി. ഫുഡ് കഴിച്ചാ? ഫുഡൊക്കെ കഴിച്ചു, സെറ്റാ. സ്ഥലം എവിടെ? തിരുവല്ല. ഏ തിരുവല്ല. നെറ്റ് പോയി ബ്രോ നിങ്ങള്. ഹലോ ബ്രോ നോ വോയിസ് ബ്രോ. Where are you? Your voice, bro. I am YouTuber, bro. Do you know me? Yes or no? Yo, wow, sound. എന്തുണ്ട്? എവിടാ? പാട്ടൊക്കെ കേൾക്കുമായിരുന്നു? ഇല്ലടാ, ഞാൻ സിനിമ കാണായിരുന്നു. പെണ്ണും പൊറോട്ടയും. അതാ ഹീറോ ആരാ? അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോ എടുത്ത് നോക്കി കാണുന്നു എന്നേ ഉള്ളൂ. ഹീറോ ഒന്നും എനിക്കൊന്നും എല്ലാം പുതിയ ടീമാണ്. മറ്റേ തിങ്കളാഴ്ച നിശ്ചയം കണ്ടിട്ടുണ്ടോ? ഞാൻ മലയാളം കുറവാ ഞാൻ കാണുന്നു. ഓക്കെ, അതിന്റെ ക്രൂ കണ്ടാണ്. അപ്പൊ അതിനകത്ത് ലൈവാണ്, ഫണ്ണാണ്. നീ ലൈവാണോ? ഓക്കെ. വേറെ യൂട്യൂബറിനെ കിട്ടിയോ? ഇല്ല. സ്ഥിരം കാണുന്ന ഒരുത്തനുണ്ട്, അവനെ കണ്ടതേ ഉള്ളൂ, വേറെ ആരെയും കണ്ടൊന്നുമില്ല. ആരാന്നറിയോ? പേര് വല്ലതും പറയോ? പേരൊന്നും എനിക്കറിയത്തൊന്നുമില്ല. ഞാൻ കാണും, മുഖം പരിചയമായി. അപ്പൊ ഒരു ഹായ് വിളിക്കും. കണ്ണാടി വെച്ചാനല്ല, ഒരു വോളിന്റെ അടുത്ത് ചാരി ഇരിക്കുന്ന ഒരുത്തൻ. അല്ലല്ല, അങ്ങനത്തെ ടീമൊന്നുമല്ല, ചെറുതാ, തുടങ്ങിയിട്ടുള്ളൂ. നമ്മുടെ ആളാ, വൈബ. പയ്യെ കയറി വരുന്നേ ഉള്ളൂ. പെട്ടെന്ന് എല്ലാം ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറിനെ അറിയത്തുള്ളൂ, എല്ലാവരെയും അറിയോ? അടി, എനിക്ക് കുറെ പേര് ഇതിനകത്ത് മുഖം കണ്ടു പരിചയമുണ്ട്. അവരുടെ യൂട്യൂബ് ചാനൽ ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തൊന്നുമില്ല. ഞാൻ സബ് ഒന്നും ചെയ്തില്ലല്ലോ. അല്ലല്ല, ഞാൻ പറയും, ഞാനിങ്ങനെ യൂട്യൂബ് ഭയങ്കര കഷ്ടപ്പെട്ട് കൊണ്ടു നടക്കുന്നുണ്ട്, ഞാൻ ഇതൊന്നും കാണിയല്ല, അതുകൊണ്ട് ഞാൻ സബ് ചെയ്യത്തില്ല. പക്ഷെ എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട്. എന്നെ ചെയ്യാനാ? അതല്ല, അതൊക്കെ ഉണ്ട്, രസല്ലേ? അതാണ്. ഇന്നലെ ഒരുത്തൻ ഇങ്ങനെ വന്നായിരുന്നു. ആദ്യമൊക്കെ ഉണ്ട്, ഞാനിങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ സംസാരിക്കുന്നതാണല്ലോ. എടാ, എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ പിന്നെ വരാം. ചെറിയൊരു കോള്. ബ്രോ ബോഡി ബിൽഡർ ആണോ? അല്ല. ബ്രോ ഞാൻ യൂട്യൂബർ ആണ് ബ്രോ, എന്നെ അറിയോ? ബ്രോ മറ്റേ 25K അടിയിൽ നല്ല ഫോം പറഞ്ഞു തരൂ. ഐക്യു എടുക്കുക. ഐക്യു ഏറ്റവും ബെസ്റ്റ് ഫോൺ. ഐക്യുന്റെ ഏതാ ബ്രോ? ഐക്യു 12 ഏറ്റവും നല്ലത്. 50,052 ആവും. ബ്രോ ഞാൻ പറഞ്ഞു 25 താഴെ. അതിന്റെ ഐക്യുവിന്റെ വേറെ ഒന്നും തോന്നുന്നു. ഐക്യു 30ന്റെ മാക്സിമം എടുക്കണം. എന്താ ബ്രോയ്ക്ക് ആലോചിക്കുക ഇത്ര സമയമാണ്. ഐക്യുവിന്റെ ഫോൺ തന്നെ നോക്കുക. ഒരു 30, മിനിമം ഒരു 30ന്റെ ഫോണെങ്കിലും എടുക്കണം, എന്നാലേ ഒരു പവർ കിട്ടത്തുള്ളൂ. അല്ലാതെ എല്ലാം എത്രയാ ബ്രോ? റിഫ്രഷ് റേറ്റ് ഒക്കെ എത്ര ഉണ്ടാവും? അത് 120 ഒക്കെ കാണുമായിരിക്കും. ഞാൻ യൂട്യൂബറാ, എന്നെ കണ്ടിട്ടുണ്ടോ? എന്താ ബ്രോ? ഞാൻ യൂട്യൂബറാ, എന്നെ കണ്ടിട്ടുണ്ടോ? ചാനൽ ഇതാണ്, സപ്പോർട്ട് ചെയ്യണം. അശ്വിൻ KP ഫോൺ കാണുന്നില്ല. ബ്രോയുടെ ഫോൺ എന്തോ നത്തിങ്ങോ? നത്തിങ് ഒന്നും അല്ല എന്റെ ബാക്കി ഫോൺ കാണിച്ച്. അശ്വിൻ കോക്കാണോ? കോക്കല്ല, അശ്വിൻ KP. ഇത് 6000 ഫോളോവേഴ്സ് അല്ല? അത്രേ ഉള്ളൂ. അത് തെറ്റി. ലൈവാണോ? ലൈവ് ഒന്നും അല്ല. കട്ടൊന്നും ചെയ്തിട്ടേക്കല്ലേ? ഇല്ല ബ്രോ, ആരെയും കട്ട് ചെയ്യണം. ഓക്കെ ബ്രോ, കാണാം. എന്നെ സപ്പോർട്ട് ചെയ്യണം. ഏതൊക്കെ ഇഷ്ടപ്പെട്ട കണ്ടന്റ് എന്തൊക്കെയാ? ഗെയിം ആണോ അതോ എന്തൊക്കെ ഇഷ്ടമുള്ളത്?
കേട്ടില്ല. ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് എന്തോ? ഗെയിം ആണോ, പെറ്റ്സ് ആണോ, അതോ ഒമേകളാണോ? ഗെയിമാണ്. പബ്ജി ആണോ ഇഷ്ടം? പബ്ജി ഇപ്പൊ അങ്ങനെ കളിക്കാറൊന്നുമില്ല. വാലറിന്റെ കളിക്കുവോ? ഇല്ല കളിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ കളിക്കാറില്ല. ക്ലാഷ് ഓഫ് GTA ക്ലാൻസ് കളിക്കും. കളിക്കുവോ? GTA ആണോ? ഏഹ് GTA മെയിൻ ആണോ? ഏയ് അങ്ങനൊന്നുമല്ല. എന്നാ ഞാൻ ഒന്ന് കറങ്ങിട്ട് വരാം. വേറെ ഗേൾസിനെ ഒക്കെ കിട്ടിയോ? ഓക്കെ. ഹലോ, ഞങ്ങളെ കൂറുകളാ. ഞാൻ യൂട്യൂബർ അറിയോ? ഹലോ ഹലോ Hello, bro. bro, I am YouTuber bro. Do you know me? Okay, bye bye. Oh. Hello. Bro. Hello, ഞാൻ YouTuber ആണ് തുടങ്ങിയത്. എന്താണ് വെച്ചാ പരിപാടി? ചുമ്മാ കറങ്ങുവായിരുന്നു. എങ്ങനെ യൂട്യൂബറിനൊക്കെ കിട്ടിയോ വേറെ? ഞാൻ കണ്ടല്ലേ പടോസ്കി അല്ലേ? അതെ. പടോസ്കിയോട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരു നീല ഹെഡ്ഫോൺ. നീല ഹെഡ്ഫോണോ? നിങ്ങള് പിന്നെ വേറെ ഏത് യൂട്യൂബറിനെ കിട്ടിയ? വേറെ ഏതോ ഒരു യൂട്യൂബർ ഒക്കെ കിട്ടി. മറ്റേ GTA 5 പേര് എനിക്ക് കർണാടകയാണോ? പിന്നെ എന്തൊട്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അതൊന്ന് കറങ്ങിട്ടോട്ടെ, ലൈവ് ഇട്ടുള്ളൂ. കറങ്ങിട്ട് വരാം. എന്നെ അറിയോ? അതിന്റെ ചെറിയൊരു വേഷം. ബ്രോ ഞാൻ യൂട്യൂബർ ആണ് ബ്രോ, എന്നെ അറിയോ? അയ്യോ എന്റെ പൊന്നോനെ പോയിക്കുന്നല്ലേ. പ്ലീസ് സപ്പോർട്ട് ചെയ്യ് ബ്രോ. യൂട്യൂബർ എന്നെ അറിയുന്നില്ല. എന്നെ ചെറിയ ചാനലാണ് ബ്രോ, എന്നെ സപ്പോർട്ട് ചെയ്യണം. ബ്രോയുടെ ഒന്നും എടുത്തൊന്നും വിടത്തില്ല വീഡിയോ ഒന്നും. ബ്രോ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്ത്? ഇല്ലില്ല. അയ്യോ യൂട്യൂബാ? അതില്ല. സപ്പോർട്ട് ചെയ്യാൻ എന്തോ ഇഷ്ടപ്പെട്ട കണ്ടന്റ് എന്തോ? ഒമേഗാണോ അതോ പബ്ജി ഗെയിം ആണോ? എന്തൊക്കെ ഇഷ്ടം? ഹലോ കേൾക്കുന്നുണ്ടോ ബ്രോ? നെറ്റ് അടിച്ചു പോയോ? യൂട്യൂബർമാരെ എല്ലാം പേടി. ഹലോ ഞാൻ യൂട്യൂബർ, എന്നെ അറിയോ? യൂട്യൂബറോ? ശരിക്കും യൂട്യൂബറാ? അല്ല, വലിയൊരു യൂട്യൂബർ, ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ. എനിക്കറിയത്തില്ല. പറ, ഞാൻ നോക്കട്ടെ. ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അശ്വിൻ KP എവിടെയോ കേട്ടിട്ടുണ്ട്. ടിക്ടോക്കിൽ എങ്ങാനും ഉണ്ടായിരുന്നു. കൊള്ള. സ്ട്രീമിംഗ് ആണോ ഇപ്പം? സ്ട്രീമിംഗ് ചെയ്യാൻ എന്റെ സ്ട്രീമിംഗ് ചെയ്യുന്ന സംഭവത്തിന് എന്തോ കംപ്ലൈന്റ്, അതുകൊണ്ട് ചെയ്യുന്നില്ല ഇപ്പൊ. നന്നായി. അല്ല, എന്നെ എല്ലാരും ഓടിപ്പോവാ ഷസാമാണോ എന്ന് പേടിച്ച്. അതാ മുടി കണ്ടിട്ടായിരിക്കും. അതോ ആരും നിക്കുന്നില്ല, പെട്ടെന്ന് പേടി. എല്ലാവരും എല്ലാം ഫേസ് എല്ലാം റിവീൽ ചെയ്യുമോ എന്നുള്ള പേടി. എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്തോ ഇഷ്ടപ്പെട്ട കണ്ടന്റ് എന്തോ? ഗെയിമിംഗ് ആണോ അതോ എന്തോ ഇഷ്ടപ്പെട്ടത്? ഞാൻ ഗെയിമിംഗില് ഇതാന്നോ 6.4K യൂട്യൂബർ അശ്വിൻ KP. യൂട്യൂബർ. നിങ്ങൾക്ക് ടിക്ടോക്കിലൊക്കെ എത്ര അല്ല, ലൈവല്ല, അല്ലാന്ന് തോന്നുന്നു. അല്ലെന്നാ പറഞ്ഞ വിശ്വാസം അതല്ലേ എല്ലാം അല്ലേ? നിങ്ങൾക്ക് എത്ര വയസ്സായി? ഞങ്ങൾക്ക് 21. എന്താ സ്ഥലം എവിടാ? സ്ഥലം കാസർഗോഡാ. എന്തോ ഇഷ്ടപ്പെട്ട കണ്ടന്റ് എന്തോ? ഒമേഗാണോ അതോ? അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കിനത് കേറുന്നേ ഉള്ളൂ. ഡെയിലി കേറാറുണ്ടോ അതോ വല്ലപ്പോഴും? ഇല്ല, വല്ലപ്പോഴും. വേറെ യൂട്യൂബർമാരൊക്കെ എല്ലാം കണ്ടായിരുന്നോ? എന്തുവാ? വേറെ യൂട്യൂബർമാരെ കാണാറുണ്ടോ ഫേമസ് ആയിട്ടുള്ളത്? നമ്മളെ ഫേസ് കാണിക്കാതെ സ്കിപ്പ് അടിച്ചു. കണ്ടന്റ് കിട്ടത്തില്ല. നേരത്തെ ഇത് അമേരിക്കക്കാരുമായിട്ടൊക്കെ വർത്താനം പറയാൻ, ഇപ്പൊ അത് പറ്റത്തില്ല. ഓൺലി ഇന്ത്യക്കാർ. പിന്നെ വേറൊന്നുണ്ട്? കഴിച്ചോ ഫുഡൊക്കെ?
ഫുഡ് കഴിച്ചു. ചേട്ടൻ കഴിച്ചോ? കഴിച്ചു. വേറൊന്നും ഇല്ലല്ലോ, എന്നാ പോയിക്കോട്ടെ. ആ ആ ഓക്കെ ഓക്കെ. ഹലോ ബ്രോ. ചിന്ത ആര് ഞാനാ? ഹലോ, ഞാൻ യൂട്യൂബറാ, എന്നെ അറിയോ? ഹലോ, ഞാൻ യൂട്യൂബറാ, എന്നെ അറിയോ? ഫേമസ് യൂട്യൂബർ. Me. Please subscribe, support me. Please. कहाँ से हो? कहाँ से हो? Uttarakhand. I am from Kerala. Kerala. I am famous YouTuber. This is my channel name. Do you like which type of content? Gaming or entertainment or Omegle? Ashwin KP. Don't post me, huh? Yeah. Please. I don't like social media now. Yeah. So like How many your age? How many your age? my age? I'm 21. Yeah, good. Which And your what do you do? I am main Oh, YouTube main. You check now my channel. I type there. Okay. Okay, I will search. I will search it. What your Instagram ID? I don't use Instagram. Oh. What's your age? 25. Okay, I'm old. Keep supporting. Hello. Bro. മുഖം Fake video. Bro, it's not a fake video, bro. It's my real sister. Fake video, bro. I am YouTuber, very popular guy. I am YouTuber. Do you know me? Hello. Bro, ഞാൻ യൂട്യൂബർ എന്നെ അറിയോ? ആ യൂട്യൂബർ അല്ല, ഇത് വേറെ ഫേമസ് യൂട്യൂബർ. അശ്വിൻ KP. നോക്കട്ടെ. കണ്ടോ, കിട്ടിയോ? റോഡ് നെറ്റ് പോയി ബ്രോ. പാവം. പറയാമോ അതിന് പെണ്ണാവും. ഹലോ, ഞാൻ യൂട്യൂബറാ, എന്നെ അറിയോ? യൂട്യൂബറാ, ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറാ. Okay, wait. I'm from Andhra. Oh, I am from Kerala. I am famous YouTuber. Can you give me your channel name? Yeah, this is my channel name. Just Famous a minute. No, I just wanted to talk to Kerala boys. So You have any no, Kerala wait, friends? are you in live? No, I'm not live. Okay. So, but don't post any reel, okay? You check my channel. I type there. Do you see that? Wait, let me check. How You many? don't post any reel. Yeah. Say okay. How many your age? How many your age? 19. How many your age? Can you hear me? Hello? 19. Oh shit.
What your Instagram ID? Hello. What your Instagram ID? Am I audible? You have any Kerala friends? Your net is very Wait, laggy. This is your ID? Oh, Do you play PUBG? yeah, play PUBG, so many games. Do you like types of games? No. Oh, skip അടിച്ചു പോയേ. Bro! ഹലോ ഞാൻ ഡിസ്റ്റിങ്ഷൻ ആരൊക്കെയാ ആന്നില്ല ഏകിട്ടി എല്ലാം ഡിസ്റ്റിങ്ഷൻ ഞാൻ യൂട്യൂബറാണ് ബ്രോ. ഹലോ ഞാൻ യൂട്യൂബറാണ്. കൊച്ചൊക്കെ ഹലോ ബ്രോ യൂട്യൂബർ. Meme skip చేసుడే ബ്രോ ഞാൻ യൂട്യൂബറാണ് ബ്രോ. യൂട്യൂബർ bro. famous YouTuber bro. Bro, I am world famous YouTuber. Bro, this is my channel name bro. Check and subscribe and support me bro. Bro, subscribe bro. Yeah, subscribe and support. So guys, Ashwin KP, support the guy Ashwin KP. Nice one bro. Bro, in my YouTube only 80 members. Yeah bro. I am going bro. Bye bye. Hello bro. Hello ഞാൻ യൂട്യൂബറാ. എന്നെ അറിയോ? എന്തോ കഷ്ടം. ബ്രോ ഹലോ. വയ്യാത്തേന്ന് ഹലോ ഹലോ ഞാൻ യൂട്യൂബറാ. കറങ്ങിട്ട് വരാം. കണ്ടന്റ് ഒക്കെ ഒപ്പിക്കട്ടെ. ഞാൻ യൂട്യൂബർ എന്നെ അറിയോ? ഞാൻ യൂട്യൂബർ എന്നെ അറിയോ? യൂട്യൂബർ അറിയത്തില്ല. ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ. ഇല്ല എവിടെയോ കണ്ടുപിടിച്ചു. ചെക്ക് ചെയ്ത് നോക്കിക്കോ. ടൈപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടോ? ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ പേര്. ചാനലിന്റെ സബ് ചെയ്യണം കണ്ടോ? എന്താ പേര് താഴെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബർ സ്ഥലം എവിടെയാ? തിരുവല്ല.
ഇത് യൂട്യൂബ് ചുമ്മാ ഉറങ്ങിപ്പടി. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ തിരുവല്ല സ്ഥലം. പേടിയാന്ന് പറയട്ടെ. ഹലോ ബ്രോ, ഐ ആം യൂട്യൂബർ, ഫേമസ് യൂട്യൂബർ. Oh my god, YouTubers കൊണ്ട് മടുത്തു. Bye. No. These YouTubers are so frustrating. I am very popular. Do you know me? No. This is my channel name. Subscribe, support me. Sure. Okay, bye. Hello. Hello. ഞാൻ യൂട്യൂബർ ആയോ? No. Hello bro. ഞാൻ യൂട്യൂബർ ആ. ഹലോ. Hello bro. Hello bro. Hello bro. Hello bro. ഹായ് ബ്രോ, ഹായ് ബ്രോ. കണ്ടിട്ടുണ്ടോ നമ്മളെ ലേനും ബ്രോ? എന്താ വിശേഷമൊക്കെ? കണ്ടിട്ടില്ലേ ലേനും ബ്രോ? സുഖാണോ? നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട് ബ്രോ. ബ്രോ സ്ഥലം എവിടെ ബ്രോ? തിരുവല്ല. നെറ്റ് അടിച്ചു ബ്രോ. ബ്രോ പാവം. I am YouTuber. Do you know me? ഞാൻ യൂട്യൂബർ ആ. ബ്രോ ബ്രോ എന്നാ കറങ്ങിട്ട് വരാം. ഗേൾസിനൊക്കെ കിട്ടിയോ? ഒന്നും കിട്ടിയില്ലേ? ബ്രോ ഒപ്പിടി ഫുഡ് കഴിയോ? അപ്പൊ ഞാൻ സമയത്തല്ല ഫുഡ് കഴിച്ചു. എന്നാ കറങ്ങിട്ട് വരാം. Don't do that. ഒന്നും കൂടി തപ്പ. I am YouTuber. Do you know me? Hello bro. Hello bro. Hello bro. Where from? Bangalore. I am very popular YouTuber. Do you know me? Don't smell. Bro. നെറ്റൊക്കെ പോയി. ഹലോ, ഞാൻ യൂട്യൂബറാ. എന്നെ അറിയോ? ഞങ്ങൾ ഇത് നേരത്തെ വന്നായിരുന്നു. അശ്വിൻ കെപി അല്ലേ? വേറെ ആരും ഇല്ലേ അതിനകത്തൊന്നും? അയ്യോ, ഫേസ് കാണിക്കാത്ത കാരണം ഒന്നും പിടികിട്ടുന്നില്ല ആരാ വരുന്നൊന്നും. ആരോടും അങ്ങ് പറയുക. അടുത്ത ആൾക്കാർ വരുമ്പോ ഞാൻ പറയും അശ്വിൻ കെപി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അത് കാരണം എല്ലാരും പോവാന്ന് തോന്നുന്നു. ശശാമിനെ പോലെ ഉണ്ടാവും, സ്കിപ്പ് അടിക്കാൻ പാടില്ല. ശശാമിനെ പോലെ ഉണ്ടാവും, സ്കിപ്പ് അടിക്കാൻ പാടില്ലെന്ന് പറയാം. അങ്ങനെ പറയണം കേട്ടോ. എല്ലാരും പോവാ യൂട്യൂബർ ആണെന്ന് പറഞ്ഞിട്ട്. ഹലോ
അസൂരിലെ അസൂരിലെ Bro! Bro, YouTuber, do you know me? ആ വെച്ച് പോണ നായിന്റെ അവന്റെ കൈവറവനെ വേച്ചിക്കൊണ്ടേ പോരാളി പോലെയാടാ. അയ്യോ അത് മറ്റേ Bro, ആ ബ്രോ streaming ആണോ bro? അല്ല ബ്രോ റാങ്കിങ് പരിപാടിയൊക്കെ ഉണ്ടോ ഇപ്പൊ? ഇല്ല ഇന്നൊന്നുമില്ല ബ്രോ വേറെ യൂട്യൂബറിനെ വല്ലതും കണ്ടായിരുന്നോ? ഇല്ല ഇതിലാരും ഇപ്പൊ ഇല്ല തോന്നുന്നു ഫേമസ് ആയിട്ടുള്ളവരാരും? ഇല്ല ഗേൾസിനെ വല്ലതും കിട്ടിയായിരുന്നോ? ഇല്ല കിട്ടിയില്ല കറങ്ങേണ്ടി വരാം. ഓക്കെ കോപ്പിറൈറ്റ് അടിച്ചു. ഹലോ, where from? Hello. അതൊക്കെ ബോട്ടില്ല ആരൊക്കെ. ബ്രോ ആരെ തേർ വിളിക്കാൻ വരുമായിരുന്നു. ഹലോ, ഞാൻ യൂട്യൂബർ, എന്നെ അറിയോ? അശ്വിൻ ബ്രോ ഈ സമയത്ത് എപ്പോഴും ഉണ്ടല്ലേ. വേറെ ആൾക്കാരെ യൂട്യൂബറോ എല്ലാം കിട്ടിയായിരുന്നോ? അയ്യോ ആദ്യത്തെ സ്കിപ്പി കിട്ടിയത് നിങ്ങളാ. ഇപ്പൊ ഇരുന്നേ ഉള്ളു. ഫസ്റ്റ് നിങ്ങളാ. ഇനി നിങ്ങളെ വെച്ച് കുറച്ച് പണം ഉണ്ടാകാം. നമ്മള് ഫസ്റ്റ് കാണുന്ന എല്ലാരും വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണം. മനസ്സിലായ? ഫുഡൊക്കെ കഴിച്ചാ? ഓക്കെ. പിന്നെ ലൈഫ് ഒക്കെ എങ്ങനെ? സുഖമായിട്ട് പോകുന്നു. നെറ്റ് പോയി. ഇന്നത്തെ കണ്ടന്റ് പോയി. നിങ്ങളെ മോളെ ഞാനെന്തല്ല. നിങ്ങളെ ഇടയ്ക്ക് വടിയായത്. എല്ലാരും ഡു ഡബിൾ ടാപ്പ് ഓൺ ദ സ്ക്രീൻ. ഇങ്ങനെ കാണിക്കുന്നില്ലേ സ്ക്രീനിൽ? ആ എല്ലാരും ഡബിൾ ടാപ്പ് ഗൈസ്. എല്ലാരും ഡബിൾ ടാപ്പ്. പെട്ടെന്ന് ലൈക്ക് പെട്ടെന്ന് ലൈക്ക് ഗൈസ്. എല്ലാരും ലൈക്ക്. ഓ പിന്നെ എന്തൊക്കെയുണ്ട് ബ്രോ വിശേഷം? ഗേൾ ഫ്രണ്ട് ഇല്ല? ഗേൾ ഫ്രണ്ട് ഇല്ലേ? അതെന്തില്ലാത്ത? ലൈക്ക് എന്തെങ്കിലും സ്റ്റോറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? ലൈക്ക് കണ്ടന്റ് ഒന്നും ആകൂല ബ്രോ. സീരിയസ്ലി കണ്ടല്ല. ധൈര്യമായിട്ട് പറ. ഇല്ല ധൈര്യമായിട്ട് പറ. ഒന്നുമില്ല. ഒരു ലവ് സ്റ്റോറിയും ഇല്ല. എന്ത് മനുഷ്യനാടാ താൻ? എത്ര വയസ്സെത്തടാ എനിക്ക്? 25 വയസ്സ്. 25 വയസ്സില്ല. ഇനിയെങ്കിലും ട്രൈ ചെയ്തൂടെ? ട്രൈ ചെയ്യാൻ വീഴും. പക്ഷെ നമുക്ക് മാച്ച് ആയിട്ടുള്ളതൊക്കെ നോക്കി വരുമ്പോ സമയം ഒരുപാട്. എന്റെ അശ്വിൻ ബ്രോ മാച്ച് നോക്കല്ലോ. അല്ലാത്താണ് ഇഷ്ടം പോലും. അങ്ങനെയല്ല, ലൈക്ക് നിക്കണവരെ നോക്കുക. മനസ്സിലായ? എന്തിനാ മാച്ച് ഒക്കെ നോക്കണേ? ഓണസ്റ്റ് ആയിട്ട് നിക്കാൻ പറ്റുന്നവരെ നോക്ക്. എന്തിനാ വെറുതെ മാച്ച് നോക്കണം? മാച്ച് നോക്കി പോവല്ലേ. അത് കാണാൻ ഭംഗിയുള്ളൂന്നേ ഉള്ളൂ. പക്ഷെ അവസാനം വരെ നിക്കണമെന്നില്ലല്ല. അല്ല ബ്രോ, എന്താണ് നമുക്കൊരു കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഉണ്ട് ബ്രോ തന്നെ. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് മാച്ച് നോക്കാൻ പാടില്ല. മാച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ടൈം ആകുമ്പോഴത്തേക്കും പറ്റിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ വല്ല ക്യാൻസറോ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടൊക്കെ പോവും. ബ്രോ എങ്ങനെ അറേഞ്ച് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ? അയ്യോ ബ്രോ ഞാൻ സിംഗിളാ. എനിക്ക് കല്യാണം ആയിട്ടില്ല. അപ്പൊ ഞാനും സിംഗിളാ. നമുക്ക് മാരീഡ് ആയി കഴിയുമ്പോ പറയുന്നതായിരിക്കും നല്ലത്. ആകാം സമയമാവുമ്പോ. 30 വയസ്സായോ? എത്ര വയസ്സെന്ന്? ബ്രോക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 23 വയസ്സാവും ഈ മാസം ലാസ്റ്റ്. നമുക്ക് 30 വയസ്സാകുമ്പോ ആലോചിക്കാം. ഇപ്പൊ ആ ടോപ്പിക്ക് വിടാം. ഞാനേ 30 വയസ്സൊന്നും നിക്കൂല. എനിക്ക് 30 വയസ്സ് വരാത്ത പയ്യ. ബ്രോ 30 വയസ്സൊക്കെ അതുവരെ സിംഗിൾ ആയിട്ടിരിക്കുന്ന തന്നെ നല്ലത്. ഇപ്പഴേ കട്ടിലേക്ക് കയറി മാരീഡ് ആയി കഴിയുമ്പോൾ പൂച്ച കാണും അവിടെ.
പൊതുവായി ഇനിയും കൊടുക്കില്ല ഏകദേശം ഒരു 7 വർഷം. അപ്പോഴത്തേക്ക് അത് വരെ ഇരിക്കുക പൂച്ചയൊക്കെ. അത് നാളെ തന്നെ കാഞ്ഞു പോയാലും പോയിക്കുക. ഫാസ്റ്റർ വെൽക്കം ടു ദ സ്ട്രീം. കർണ വെൽക്കം ടു ദ സ്ട്രീം. അന്ന വെൽക്കം ടു ദ സ്ട്രീം. കിച്ച് വെൽക്കം ടു ദ സ്ട്രീം. നിങ്ങൾക്കൊക്കെ 25 വയസ്സല്ലേ ബ്രോ? വീട്ടിലാരും പറയത്തില്ല കല്യാണം കഴിക്കാൻ? കുടുംബത്തിലാരും പറയാറുണ്ട്. പക്ഷെ ഞാൻ ആൾക്കാരെ ആലോചനകളൊക്കെ കൊണ്ടുവരും. വേറെ പണി ഞാൻ ഇവിടെ നോക്കടാ, അങ്ങനെ ആലോചനയൊക്കെ കൊണ്ടുവരുന്നടാ. ഒന്നും എടുക്കത്തില്ല ബ്രോ. 30 വയസ്സ് വരെ സിംഗിൾ ആയിട്ടിരിക്കും. അത് കഴിഞ്ഞേ ചിന്തിക്കാൻ പറ്റാം. അതുവരെ സിംഗിൾ ആയിട്ടിരിക്കും. ബ്രോ അപ്പോഴത്തേക്ക് മുടിയൊക്കെ പോകും ബ്രോ. നിങ്ങൾക്കാണ് ഇഷ്ടം പോലെ മുടിയൊക്കെ ഉണ്ട്. എന്റെ പോകത്തില്ല, ഉറപ്പാ. എന്റെ ചെറുതായിട്ട് പോകുന്നുണ്ട്. കാര്യം പറയാം, 30 വയസ്സ് വരെ സിംഗിളായിരിക്കുക, പിന്നെ അത് പെർമനന്റ് ആയിക്കോണം. ബ്രോ ഞാനല്ല ബ്രോ, കർണനാ പറഞ്ഞ 30 വയസ്സ് വരെ സിംഗിളായിട്ടിരിക്കുക, അത് പിന്നെ പെർമനന്റ് ആവും. അങ്ങനെ ചിന്തിച്ചിരിക്കാൻ പറ്റുന്ന ഞാൻ ഇങ്ങനെ കിട്ടൂല. ഇപ്പൊ കെട്ടാൻ പറഞ്ഞ ഇപ്പൊ അവർക്കും ഒരു ആഗ്രഹം 30 വയസ്സിന് താഴെയുള്ള ചെറുക്കാൻ മതിയെന്ന്. അല്ല ബ്രോ, 30 വയസ്സുള്ളവർ വേറെ ഗേൾസ് ഉണ്ട് ഇപ്പോഴും കല്യാണം കഴിക്കാതിരിക്കുന്നവർ. അതിന് മുമ്പ് അതിന്റെ മേലോട്ടുള്ളവരും ഉണ്ട്. കെട്ടിയ മൂഞ്ചു. അങ്ങനെ വിചാരിച്ച ഒന്നും കിട്ടത്തില്ല. അവിടെ നിൽക്കും കണ്ടോട്ട്. ഞാൻ കാര്യമാണ് ഇപ്പൊ നിങ്ങളെയൊക്കെ പ്രായം വെച്ച് നല്ല ലൈക്ക് നിങ്ങൾക്കൊക്കെ ഇപ്പൊ ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാം, കുഴപ്പമില്ല. ജോലി ഇല്ലല്ലേ, അതുകൊണ്ടല്ലേ കെട്ടാത്ത ഇല്ലേ? അതുകൊണ്ടല്ല, ജോലി ഉള്ളവർക്ക് ഈ ചെറുപ്രായത്തിലെ കല്യാണം കഴിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കല്യാണം കഴിച്ച റെസ്പോൺസിബിലിറ്റി വരും, ഏറ്റെടുക്കണം. പിന്നെ പറയുന്ന പോലെയല്ലേ, അതാണ് ചെറുക്കന്റെ ബുദ്ധി. വേടാ കള. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും, അതാണ് പ്രശ്നം. മനസ്സിലായ? ഈ ടോക്കിംഗ് അബൌട്ട് ഷുഗർ ഡാഡിയാ, എന്താണ് അതൊക്കെ? ഞാൻ ഒരു കാര്യം പറയാം, എൻജോയ് ചെയ്തിട്ട് ഇഷ്ടമുള്ള പോലെ ജീവിച്ചാൽ മതി. മനസ്സിലായോ? ഞാൻ പിന്നെ ഇവിടെ പിന്നെ നിങ്ങളെ കണ്ടിട്ട് ചോദിക്കൊന്നും ഇല്ലാത്തോണ്ട് ഈ മാറ്റർ എടുത്തിട്ട് ഏതാ ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ 22ഉം 18ഉമാണ്. ആ പ്രായത്തിൽ കല്യാണം കഴിക്കണവരുണ്ട്, 46 വയസ്സിൽ കല്യാണം കഴിക്കണുണ്ട്, കെട്ടിയിട്ട് പിന്നെ ഡൈവേഴ്സ് ആയിട്ട് വീണ്ടും കെട്ടുന്നവരുണ്ട്. അതൊക്കെ അവരെയൊക്കെ ഇഷ്ടം, നമ്മളൊന്നും പറയല്ലേ. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള പ്രായത്തിലൊക്കെ കല്യാണം കഴിക്കാം. പിന്നെ മാച്ച് ഒന്നും നോക്കല്ലേ, അതൊക്കെ മണ്ടത്തരമാണ്. ലൈക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ തിരിച്ചിഷ്ടപ്പെടുന്നവരെ അങ്ങനെ നോക്കാം. നമ്മളിങ്ങനെയാണ്. അതായത് ഇപ്പൊ നീ ഇപ്പൊ നല്ലതിനെ നോക്കി പോവും, പക്ഷെ നിന്റെ പുറകിൽ വേറെ ആൾക്കാരുണ്ട്. മനസ്സിലായോ? അവരെ നീ കാണുന്നില്ല. മനസ്സിലായോ? നിങ്ങൾക്കത് ഇവിടെ ആണെങ്കിൽ 26 ഏജ് എനിക്കും പെണ്ണില്ല. അവന് കർണന് 26 വയസ്സ്, നമ്മളെക്കാളും മൂത്തതാ. നീ ഇവിടെ നരച്ച് പോവേ ഉള്ളു ചേട്ടാ. ഇങ്ങനെ ഇരുന്നാ പോയി കെട്ടിക്കോ. ഇവിടെ വന്നിരുത്ത എന്റെ ലൈവിൽ നിന്ന് പെണ്ണൊന്നും കിട്ടൂല. ഇവിടെ 4 പേര് ഉള്ളതേ വലിയ കാര്യമാണ്. അതിൽ നിനക്ക് പെണ്ണ് കിട്ടുന്ന ഇവിടെ കിട്ടൂല. ചിലവരുണ്ട്, അതായത് ഇന്ന ആളുടെ ചാനൽ ഗേൾസ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് വരും. ഇപ്പൊ ഇവിടെ പെൺപിള്ളേര് ഇന്ന് ഇവിടെ എനിക്ക് അട വയ്ക്കാൻ വേണമെങ്കിൽ കോഴീനെ വെച്ച് അമ്മായി ഇവിടെ പറഞ്ഞു തുടങ്ങും. ഞാനിവിടെ ഏതെങ്കിലും പെൺപിള്ളേരുടെ അടുത്ത് സ്വല്ലണുണ്ട്, അവിടെ കോഴീന്റെ ഇമോജി ഇട്ടുകൊണ്ട് കുറെ ടീമുകൾ വരും. ഇപ്പൊ നിങ്ങളടുത്ത് സംസാരിച്ചു ഇത്ര കാര്യം പറഞ്ഞു, ഒരു ഇമോജി പോലും വന്നിട്ടില്ല. ലൈക്ക് അങ്ങനത്തെ രീതിയിൽ ഗേൾസ് വന്ന അവളെ ID, റേഷൻ കാർഡ്, പാസ്പോർട്ട്, ആധാർ കാർഡ്, ഭർത്താവിന്റെ നമ്പർ, അച്ഛന്റെ നമ്പർ, കാമുകന്റെ ഫോൺ നമ്പർ, ഇതൊക്കെ ചോദിക്കുമാര്. കാരണം ഡീസന്റ് ആണ് കേട്ടാ. എനിക്കെന്നുള്ള കുറച്ച് പേര് അങ്ങനെ ചോദിക്കൂല. അവന്മാർ എപ്പോഴും എന്റെ കൂടെ നിൽക്കും, ബാക്കിയുള്ളവന്മാര് വരും. ഇൻസ്റ്റാഗ്രാം ID തുടങ്ങിയ തന്നെ റീച്ച് കണ്ടു കയറുന്നു. നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് തുടങ്ങുമ്പോ ഇങ്ങനെ കണ്ടന്റ് ഒക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് നമ്മള് പ്രൊമോഷൻ കൊടുക്കൂലേ, പൈസ മുടക്കി. അതേപോലെ ആൾക്കാർക്ക് പൈസ കൊടുത്ത് ഇതിനകത്ത് ഒരു മണിക്കൂർ എന്റെ കൂടെ ഒമേഗയിൽ നിന്ന് സംസാരിക്കുക. മിനിറ്റിന് അല്ലെങ്കിൽ 10 മിനിറ്റിന് ഇത്ര രൂപ വെച്ച് തരും. 1 മണിക്കൂർ സംസാരിച്ച ഇത്ര രൂപ നിനക്ക് കിട്ടും. അതും ഭയങ്കരമായിട്ട് കണ്ടന്റ് ആയിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആളെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഒരാഴ്ചക്കകത്ത് വൈറലാവും. പെൺപിള്ളേരെ കണ്ടായിട്ട് നിൽക്കും. അവർക്കും ലൈക്ക് അവര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊമോട്ട് അവർ ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ ചെയ്താൽ നിൽക്കുള്ളൂ. ചിലവര് ലൈക്ക് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്. ലാപ്പൊക്കെ PC ഒക്കെ മേടിച്ചപ്പോഴത്തേക്ക് അതിന് കുറച്ച് പൈസ എടുത്ത് ഇതുപോലെ സെറ്റപ്പ് ചെയ്യണമായിരുന്നു.
ചിലവർ ചെയ്യുന്നതാണ് ഈ ഫാമിലി വലിയ കല്യാണം നടത്തിയിട്ട് മനസ്സിലാവും വ്ളോഗിങ് ആക്കും ഫാമിലി വ്ളോഗ് എന്നിട്ട് പൈസ ഉണ്ടാക്കും അതിന്റെ ഇരട്ടി. വേറെ ചിലവരുണ്ടല്ലോ ഈ ഫോർച്യൂണർ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് അച്ഛനെയൊക്കെ ചവിട്ടി പുറത്താക്കും. കാറ്റഗറി ആൾക്കാർ കുറെ ടൈപ്പ് കാറ്റഗറി ആൾക്കാരുണ്ടെന്ന്. ഇപ്പൊ ലൈവ് എത്ര പേരുണ്ട്? ഇപ്പൊ 11 പേര്. സ്ഥിരം വ്യൂവർ ആണോ അതോ പുതിയ ആൾക്കാരാണോ അതോ? അതൊന്നും അറിയത്തില്ല. ഇത്ര നേരം 4400 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ 4399. ഏതൊരു കാലമാണ് അൺസബ് അടിച്ച്. ഇവര് ഞാൻ നന്നാവണ കണ്ടുകൂടന്നേ. മുടിഞ്ഞു പോകുന്നീ ഉറപ്പായിട്ടെ, എത്രയും പെട്ടെന്ന് മുടിഞ്ഞു പോകുന്നീ. നോക്കിയോ ചിലവരങ്ങനെ തിരിച്ചെടുക്കും ചെയ്യും. ഒരുത്ത അവനൊരു പ്രശ്നാ. ഗേൾ ഫ്രണ്ട്സ് ഒരുപാടുണ്ട് ബ്രോ. ഗേൾ ഫ്രണ്ട് ആയിട്ട് ആരുമില്ല, എല്ലാ ഗേൾസും സെയിം അല്ല. സത്യം, അത് സത്യമാണ്. ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് ഒരുപാട് പേര് കാണും. ഗേൾ ഫ്രണ്ട് ആയിട്ട് ഒരാൾ പോലും കാണൂല. എനിക്ക് തന്നെ ഇപ്പൊ ഗേൾ ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം, കാമുകി എന്ന് പറയാൻ ആരുമില്ല. നിന്റെ വിഷമം ദൈവം കാണും. നിനക്ക് ഇത്രയും പെട്ടെന്ന് ഒരാളെ സെറ്റാവും. ഒരു ഫാമിലി അടി വീഡിയോ ഉണ്ടാക്കിയാൽ റീച്ച് കിട്ടും. ഞാനും ആലോചിച്ചു, എൻ്റെ ചേട്ടനെ പിടിച്ച് അങ്ങനെ 2 തല്ലൊക്കെ തല്ലി വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കി, നാളെ ചുണ്ടിലൊക്കെ കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇവിടെ കുറച്ച് രക്തമൊക്കെ പുരട്ടിയിട്ട് വന്ന് ലൈവ് ചെയ്ത് എൻ്റെ ചേട്ടൻ്റെ പറഞ്ഞിട്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കിയല്ലെന്ന് ആലോചിച്ചു. പിന്നെ വേണ്ട, ചെന്നിട്ട് ഉറങ്ങിക്കിടക്കണ ചേട്ടനെ ഒരൊറ്റ ഷൗട്ട് ഓടുന്ന ഒരു വീഡിയോ ക്ലോസ് ഷോട്ടിൽ ക്യാമറ ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെക്കണം. അപ്പൊ അവ എന്നെ ഇഴിച്ചു വന്ന് അടിക്കും. ഞാൻ പെമ്പിള്ളേരൊന്നും വലിയ കണ്ടന്റ് ഒന്നും ആക്കാറില്ല. പെമ്പിള്ളേർ നിന്നിട്ട് വേണ്ടേ. പാട്ട് പാടുന്ന ആൾക്കാരുടെ അടുത്ത് നിൽക്കും. പിന്നെന്തുവാ നീ എന്ത് പറയുന്ന പിന്നെ ഗിറ്റാറൊക്കെ വാങ്ങിക്കാൻ പോണു എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് നെഞ്ചുക്കുൾ പേരിടുമാൻ മഴ. സത്യം പറയല്ലേ, എനിക്ക് അബദ്ധം പറ്റിപ്പോ. ഇത് കേരളം ഒരു ഗിറ്റാറൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലേ ബ്രോ ഞാനായിരിക്കും ഏറ്റവും. എനിക്ക് ഒരുപാട് കണ്ടന്റ് കിട്ടുമായിരുന്നു. എന്റെ ഇഷ്ടം പോലെ ഞാൻ സ്വന്തം പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്, അറിയാമോ? എനിക്ക് ഒരുത്തന്റെ പാട്ട് വേണ്ട, എന്റെ പാട്ട് മതി. ഏതൊക്കെ എന്റെ വെണ്ണിലൊക്കെ പാടിക്കഴിഞ്ഞ് ഇവിടെ വളഞ്ഞങ്ങ് വീഴും. അയ്യോ ബ്രോ, എനിക്ക് അങ്ങനെ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു ബ്രോ. ഗിറ്റാർ വേറെ വൈബ് ആക്കും ബ്രോ, സത്യം. ഗിറ്റാർ സെറ്റപ്പ് ആക്കണം. ഹിന്ദിയാ? US അല്ല, UK ഉണ്ട്, നെതർലാൻഡ് ഉണ്ട്, പിന്നെ ദുബായ് ഉണ്ട്, പിന്നെ വേറെ ഇവിടെ തന്നെ കൂടുതലും UAE കൂടുതൽ പറഞ്ഞു. ഇപ്പൊ ഇവിടെ UAE ഇപ്പൊ ആൾക്കാർ കുറവാ, യുദ്ധം നടക്കണുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് എന്റെ നമ്പർ കിട്ടി. ഒരു സെക്കൻഡ്. ആഷിഖ് ബ്രോ ട്രൂ കോളറിൽ അടിച്ച് സേവ് ആക്കണ ആലോചിക്കുന്നു എന്റെ നമ്പർ എങ്ങനെ അറിയാന്ന്. എന്റെ മണ്ടനടത്തെ വിളിച്ചിട്ട് എന്റെ നമ്പർ എങ്ങനെ അറിയാന്ന്. ട്രൂ കോളർ നോക്കി ലൈവ് ഇട്ടോണ്ടിരിക്കോ ഞാന്, പറ്റില്ല. ഓക്കെ ഞാൻ സേവ് ആക്കിക്കോളാം. ശരി. അയ്യോ പാവ കേട്ട. ട്രൂ കോളറിൽ വെണ്ടയ്ക്ക് വെച്ചിട്ട് പേരടിച്ചിട്ടുണ്ട്, ആഷിക്ക് വീക്കിയത്. ഫോൺ എടുത്തിട്ടേക്കില്ല എന്റെ നമ്പർ എങ്ങനെ അറിയാതെ. അയ്യോ അതങ്ങനെ എനിക്ക് അബദ്ധം പറ്റാറുണ്ട് കേട്ടോ. നമ്മൾ ട്രൂ കോളറിൽ ഞാൻ മുമ്പ് ഒരുത്തിനെ പറ്റിക്കാൻ വേണ്ടി ട്രൂ കോളറിൽ കയറിയിട്ട് നമ്പർ മാറ്റി പേരൊക്കെ മാറ്റി സേവ് ചെയ്തിട്ടാ വിളിച്ചത്. അങ്ങനെ ചെയ്യാം. നെറ്റ് ഓൺ ആണെങ്കിൽ ഈ സാധനം ഓൾറെഡി കാണിക്കും. ചില സമയം ഞാൻ വേറെ രൂപത്തിലായിരിക്കും, ഇങ്ങനെ ഇരിക്കും. ഇല്ല ഞാൻ പറ്റിട്ടില്ല. എന്റെ എങ്ങനെ പറഞ്ഞാൽ ഈ പല്ല് നീ നോക്ക്, ഈ പല്ല് കണ്ടാൽ നിനക്ക് പെട്ടെന്ന് ആളെ മനസ്സിലാവും. എന്നെ ഈ പല്ല് വെച്ചിട്ട് എത്ര എണ്ണം തൂക്കിയിട്ടുണ്ട്. A4 വെൽക്കം ടു ദ സ്ട്രീം ലൈക്ക് സപ്പോർട്ട് ചെയ്യാം. എത്ര എണ്ണം എന്നെ തൂക്കിയിട്ടുണ്ടെന്ന് അറിയാമോ പല്ല് വെച്ചിട്ട്?
ഇത് ആപ്പുണ്ട് ലാപ്പിനകത്ത് സിസ്റ്റത്തിനകത്ത് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ക്യാമറ ഇവിടെ കണക്ട് ചെയ്താൽ മതി. നമുക്ക് ആപ്പിള് ഇതൊക്കെ ഉണ്ട്, ഒരുപാട് സാധനമുണ്ട്. ഇതെങ്ങനെ ഗേൾസിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇത് ബിഗിനിങ്ങിൽ ഇത് ഓക്കെയാണ്, ഇപ്പൊ ഇട്ട് തള്ളകി വിളി കിട്ടും ഉറപ്പാ. പിന്നെ എനിക്ക് ഇന്നലെ ഒരുത്തനായിട്ട് രാത്രി ഞാൻ വള്ളിയായി. ഞാൻ ഇങ്ങനെ ഇട്ട് ഞാൻ അവര് ചോദിച്ചു ഒരാളെ അറിയാമോന്ന് ചോദിച്ചു. അത് ഞാൻ അവിടെ 3 റൂമിൽ 4 പേരുണ്ടായിരുന്നു. ഒരുത്തൻ അങ്ങ് അറ്റത്ത് കട്ടിലിൽ കിടക്കുമായിരുന്നു. ഞാൻ എന്തിനാ അങ്ങ് അറ്റത്ത് കട്ടിലിൽ കിടക്കായിരുന്നു. ഒരുത്തൻ എന്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഇരിക്കുന്ന അതേ പൊസിഷനിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അവന്റെ ചോദിച്ചു എടാ ഇന്ന ആളിനെ അറിയാമോ? അപ്പൊ അവൻ പറഞ്ഞ അറിയത്തില്ല. അപ്പൊ ഞാൻ കുറെ അടയാളങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇവ അവിടെ വെറുതെ ഒരു പ്രശ്നം അവന് സംസാരിച്ചില്ല. അവൻ പറയാ അതിന് അറിയത്തില്ലെന്നല്ലേ പറഞ്ഞു, അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു. എനിക്കിത് കേട്ട് ഏത് മൈൻഡാണ് അപ്പൊ അവ അവിടെ വലിയ ചോദിച്ചു വന്നിട്ട് ഇവിടെ വരണ്ടോ സ്ഥലം പറ അവിടെ വരാന്ന്. ഞാൻ പറഞ്ഞ ആദ്യം നിന്റെ മുഖം നീ ക്യാമറ കാണിച്ചിട്ട് ബാക്കി ഉണ്ടായി അതിന്റെ ഡയലോഗ് വിടുക. ഞാൻ ചെയ്ത് കളിച്ചിട്ട് പാടാന്ന് പറഞ്ഞിട്ട് പറയല്ല. ഞാൻ പിന്നെ ഇന്നലത്തെ ലൈവ് എടുത്തു നോക്ക്, കാണാൻ പറ്റും. ഞാൻ അവിടെ കിടന്ന് ചീത്ത വിളിച്ചാ. പിന്നെ വീട്ടിലുള്ളവരെ കേട്ടപ്പോഴും അല്ല അവരൊക്കെ കിടന്നു, അതുകൊണ്ട് അത്ര ഉറക്ക ഒച്ചത്തി വിളിച്ചത്. ഇന്നലെ ലൈവ് എടുത്തു പോയി നോക്കുക, നല്ല ചീത്ത വിളിച്ചു. അവരുടെ ഞാൻ ചോദിച്ചോളൂ ബ്രോ, അവന്റെ അടുത്ത് ഞാൻ സംസാരിച്ചില്ല. അവന്റെ ഫ്രണ്ട് ഇരിക്കണവന്റെ അടുത്ത് ബ്രോ ഇന്ന ആളെ അറിയാമോ? അപ്പൊ പറഞ്ഞു ഇല്ല ബ്രോ. അവന് പക്ഷെ അങ്ങേര് അവിടെ ഇരുന്നോണ്ട് എന്നെ പറയാടാ ഇവൻ എന്നെ അറിയാം, ഇവൻ എന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയണ ഈ കാലം അവിടെ വെറുതെ കിടന്ന കാലം അവ ഒഴിച്ചു വന്ന് ഇവിടെ വന്നിട്ട് അവൻ എന്റെ വയറും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഷർട്ട് ഇടാതെ. ഞാൻ പറഞ്ഞു നിന്റെ വയറ് കണ്ട് നീ മുഖം ക്യാമറ കാണിക്കാൻ പറഞ്ഞു. അതൊന്നും കാണിക്കൂല. ഒരു 3 പേര് ഒരുമിച്ചിരിക്കണ നിക്കല്ലേ ഓമേകളിനകത്ത്. അവന്മാര് വള്ളി ഭയങ്കരമായിട്ട് അവന്മാര് ചിലപ്പോ ലൈവ് ആയിരിക്കൂല, പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ സ്ട്രീം ചെയ്യുന്നില്ലല്ലോ, എനിക്ക് അങ്ങനെയല്ല. ഓ TVMല് വരാൻ എടേ ഒരു കാര്യം പറയല്ല, വെറുതെ അവനൊന്നും കേസേ അല്ല. അവൻ അത്രയ്ക്ക് ഒരു അഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇന്നലെ വന്ന് എന്നെ ബാക്കി ചീത്ത വിളിച്ചിട്ട് പോയാലും. പക്ഷെ ഇല്ലല്ല, അവ അവിടെ വിട്ടല്ല, അത്രേ ഉള്ളു. ഞാനും അവിടെ നിന്ന് വിട്ടു. ഞാൻ നല്ല ചീത്ത വിളിച്ചിട്ടാ ഞാൻ പോയത്. അപ്പൊ ഒരെണ്ണം വിളിച്ചപ്പോ ഞാൻ 4 എണ്ണം വിളിച്ചു. അവന് വാ തുറന്നില്ല. അവൻ അറിയാമോ, അവന്റെ മുഖം ഞാൻ കണ്ടില്ല. അതാണ് അവന്റെ ധൈര്യം. അപ്പൊ അവന്റെ കൂടെ നിന്നവന്മാരെല്ല ഞാൻ കണ്ടു, അവൻ ഒഴിച്ചിട്ട് കണ്ടു. ഞാൻ പറഞ്ഞു മോനെ ഇവന്റെ മുഖം കണ്ടില്ലെങ്കിൽ നാളെ നീ കണ്ടന്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്കിപ്പ് അടിച്ചു. അപ്പോഴത്തേക്ക് അവൻ എഴിച്ചു വന്ന് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എവിടെയാ ഞാൻ വരണ്ടേന്നും പറഞ്ഞോണ്ട് എവിടെ ഞാൻ വരട്ടെ. ഞാൻ പറഞ്ഞു നീ ആദ്യം ക്യാമറയിൽ മുഖം കാണിയിരുന്നു പറഞ്ഞു. അപ്പൊ വലിയ വന്ന് നിന്നിട്ട് ക്യാമറയിൽ മുഖം കാണിക്കാതെ മാസ് അടിക്കാൻ വന്നു പറഞ്ഞ് വീട്ടിൽ പോയി ഉണ്ടാക്കടാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട്. നമ്മൾ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പറ്റില്ല, ചീത്ത വിളിക്കാൻ പറ്റില്ല. ചാനലിനെ ബാധിക്കൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വേറെ എത്ര ഇതിനേക്കാൾ അടിപൊളിയായിട്ട് ഈ ഗീതങ്ങൾ പാടുന്ന സ്ട്രീമേഴ്സ് ഉണ്ടല്ലോ, കണ്ടിട്ടില്ലേ? അല്ല കേട്ടിട്ടില്ലേ? അവരൊക്കെ എന്നേ നിർത്തി പോണം. പറഞ്ഞ പല്ലിന് പല്ല് അതെന്നെ ഉപയോഗിക്കുക ഇവിടെ, അല്ലെങ്കിൽ ജീവിച്ചു പോകാൻ പറ്റൂല. അല്ലാതെ നമ്മളൊരു റെപ്യൂട്ടഡ് സ്ട്രീമറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ഞാൻ ആദ്യമായിട്ട് ചീത്ത വിളിച്ച ഒരുത്തനെ ഗെയിം കളിച്ചോണ്ട് ഫ്രീ ഫയർ കളിച്ചോണ്ടിരുന്നപ്പോ അതൊരു കൊച്ചുകുണ്ട എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. അവന് വോയിസ് ചേഞ്ചർ ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടാ ചീത്ത വിളിക്കാൻ വന്ന ഗെയിമിനകത്ത്. വോയിസ് ചേഞ്ചർ ഇട്ട് വന്നിട്ട് അവനൊരു വാക്കുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞോട്ട് അവിടെ ഇരിക്കും. ഞങ്ങള് 4 പേരും കൂടെ ഗെയിമിനകത്ത് കയറിയിട്ട് അവനെയും വിളിച്ച് കഴിച്ചിട്ട് അവിടെ ചീത്ത വിളിച്ചു. ഇവിടെ ലൈവ് മ്യൂട്ട് ചീത്ത വിളിച്ചോണ്ടിരുന്നു. അതങ്ങനെ Q-No-5 ശ്രീലക്ഷ്മി വെൽക്കം ടു ദ സ്ട്രീം. ഞാൻ കണ്ടായി ഒമേകളിലുള്ള ഈ ചേട്ടനെ സ്കിപ്പ് അടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാം, സംസാരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ചീത്ത വിളിച്ചിട്ടും ചീത്ത വിളിയൊക്കെ നോർമലാണ് സത്യം പറയല്ലേ ഈ കാലഘട്ടത്തില്. പിന്നെ ചില നാറികളുണ്ട് പിന്നെയും വരും. ഇതിനകത്ത് എനിക്ക് ഒരു കാർത്തിക് എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വരും. ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ വള്ളി പിടിക്കാൻ പറഞ്ഞവനാ. പിന്നെ അതിനുശേഷം പിന്നെ വേറെ ആരും വന്നിട്ടില്ല. അവൻ വന്നിട്ട് എന്താ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അപ്പൊ അവനെ ഞാൻ അവന്റെ ഒരു ഐഡന്റിറ്റി 4 അക്കൗണ്ട് 50,000 തന്നു. ഓക്കെ, ഞാൻ അങ്ങനെ വിളിക്കുന്നത് അവനെ. അപ്പൊ ഈ ഒരു അക്കൗണ്ട് 24 മണിക്കൂർ ടൈം ഔട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത അക്കൗണ്ടിൽ വരും. അത് ടൈം ഔട്ട് കൊടുക്കുമ്പോൾ അടുത്ത അങ്ങനെ 4 അക്കൗണ്ട് കഴിയും. പിന്നെ പിറ്റേ ദിവസം വരാൻ പറ്റുള്ളൂ അണ്ണന്. അപ്പൊ അന്ന് വന്നിട്ട് ഇന്നലത്തെ എന്റെ ഫ്രസ്ട്രേഷൻ തീർക്കും. അപ്പൊ ഞാൻ വീണ്ടും 24 മണിക്കൂറും എടുക്കും. അതൊക്കെയാ ഇത് വിഷയം കുറച്ച് ദിവസത്തെ.
ഇപ്പൊ പഴയ പോലെ അല്ല, സ്ട്രിക്റ്റ് അല്ലേ ഇത്, റിപ്പോർട്ട് അടിച്ച് കളയാനൊക്കെ പറ്റും അക്കൗണ്ടിൽ കുറച്ച് നേരത്തെ. ഇത് ഒമേകള് മാറി മാറി തുടങ്ങി. മറ്റു ഒമേകളിനകത്ത് വേറെ ഉള്ള ആൾക്കാരെയൊക്കെ കിട്ടും ബ്രോ. എനിക്ക് ശിവാനിയൊക്കെ അങ്ങനെ കിട്ടിയ നെതർലാൻഡിൽ നിന്ന്. ശിവാനിയൊക്കെ ഇതിനകത്ത് കണ്ടാണ്ടല്ലേ നല്ല രസം. പിന്നെ അതിനുശേഷം പിന്നെ ശിവാനി കണ്ടില്ല. അക്ക വിളിക്കുമെന്ന് വാട്സാപ്പിൽ ഇന്നലെ രാത്രി വീഡിയോ കോൾ ചെയ്തതേ ഉള്ളു, പക്ഷെ ഒന്നും മിണ്ടൂല. എനിക്കാണെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ ഇരുട്ടത്ത് കിടക്കുക, അവളാണെങ്കിൽ വീഡിയോ കോളും ചെയ്തിട്ട് DJ ലൈറ്റും ഒക്കെ ഇട്ട് വെച്ചിട്ട്, മറ്റേ ലൈറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ പല പല കളറില്, അതും ഇട്ട് വെച്ചിട്ട് പിങ്ക് കളറിൽ കത്തിച്ചവിടേക്കാണ്. ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടുമ്പോഴത്തേക്ക് എവിടെയല്ലേ കാണുന്നത്, അപ്പൊ എന്റെ മുഖം കൂടെ പിങ്കായി. എനിക്ക് ലൈറ്റ് ഇടാൻ പറ്റില്ല. ഞാൻ അങ്ങനെയൊക്കെ വെച്ച് കുറച്ച് നേരം സംസാരിച്ച് ഞാൻ അവസാനം പറഞ്ഞു ഞാൻ പോയി കിടന്നുറങ്ങണം, നീ പോയി കിടന്നുറങ്ങണം. അങ്ങനെ പോയി. ഡിസ്കോഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കുറെ എണ്ണം ഉണ്ട്. വന്നു കഴിഞ്ഞാൽ വേറെ അർത്ഥങ്ങളാണ് വിളിച്ചു പറയണത്. ശിവാനി എവിടെ കാണാനില്ലല്ലോ എന്ന്, അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. കാരണം ഡിസ്കോഡിൽ പോയിട്ട് നിവേനെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, അവിടെ വരും. അത്രേ ഉള്ളു. എന്തായാലും ഞാൻ കറങ്ങട്ടെ. നിങ്ങളെ ആദ്യം കിട്ടിയത്, നിങ്ങളടുത്ത് 24 മിനിറ്റ് ഞാൻ സംസാരിച്ചു. ഓ 10-18 പേരുണ്ട്. വലിയ കുഴപ്പമില്ല. സാധാരണ കൂടുന്നതിനേക്കാളും എല്ലാം കൂടിയിട്ടുണ്ടോ ഫസ്റ്റില്? ഇല്ല, കുഴപ്പമില്ല, നോക്കട്ടെ. ബ്രോ ബ്രോ യൂട്യൂബർ ആണ് ബ്രോ, അറിയോ? അറിയില്ല, സോറി. ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ. ആരുമില്ല.